പത്തനംതിട്ട തിരുവല്ല കടപ്രയിലെ കർഷകർ ദുരിതത്തിലാണ്. പാടത്തുനിന്ന് കൊയ്ത നെല്ലെല്ലാം 19 ദിവസമായി കെട്ടിക്കിടക്കുകയാണ്. നെല്ലെടുക്കാൻ മില്ലുകാർ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 2024 നവംബറിലാണ് ഇവിടെ നെൽകൃഷി ഇറക്കിയത്. കഴിഞ്ഞ മാസം 14-ാം തീയതി വിളവെടുപ്പ് നടത്തി 10 ടൺ നെല്ലാണ് ഇങ്ങനെ മില്ലുകാർ ഏറ്റെടുക്കാതെ കെട്ടിക്കിടക്കുന്നത്. അത് കർഷകരെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. 1 ഏക്കറിൽ നെൽകൃഷി ഇവിടെ ഇറക്കിയതിന് 40,000 രൂപ മുതൽ 50,000 രൂപ വരെ ചെലവ് വന്നിട്ടുണ്ട്. അതിൽ ഈ കൊയ്ത്തുകൂലിക്കും ചുമട്ടുകൂലി ആ ഇനത്തിലാണ് ഏറ്റവും കൂടുതൽ ചെലവ് ഈ കർഷകർക്ക് ഉണ്ടാകുന്നത്. കൊയ്ത്ത് മെഷീൻ അത് 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കുമ്പോൾ 2,150 രൂപ അതിന് വാടക കൊടുക്കണം. 1 ക്വിൻ്റൽ നെല്ല് ലോറിയിൽ കയറ്റുന്നതിന് അതിന് കൂലിയായി 210 രൂപ അത് ചുമട്ട് കൂലിയാണ് ഇവർ നൽകുന്നത്. ഇത് ഓരോ ദിവസം കഴിയും തോറും ഈ നെല്ലിൽ ആവി അടിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. അതോടൊപ്പം ഈ നെല്ലിൻ്റെ തൂക്കം കുറയുകയും ചെയ്തു. കാവലിരുന്നാൽ തന്നെ പറ്റത്തില്ല. ഇത് നെല്ല് നമ്മൾ മറിച്ചിട്ട് അത് ഉണക്കിയില്ലെങ്കിൽ അതിൻ്റെ ഈർപ്പം അടിക്കും. ഈർപ്പം അടിക്കുന്നതനുസരിച്ച് മില്ലുകാർ വന്ന് നോക്കുമ്പോൾ അത് അവർ പറയുന്ന കിഴിവ് നമ്മൾ കൊടുക്കണം. ഇപ്പം ഇത് ഏകദേശം 17 റീഡിംഗ് ഉണ്ട്. അവർ നോക്കിയിട്ട് 17 റീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഈർപ്പം കൂടുന്നതനുസരിച്ച് റീഡിംഗ് കൂടും. അതിനനുസരിച്ച് അവർ തൂക്കത്തെ കുറയ്ക്കും. അവർ അതാണ് വലിയ എല്ലാ വർഷവും ഈ ഭാഗത്ത് സ്ഥിതി തന്നെ. എല്ലാ ഭാഗത്തും കഴിഞ്ഞ വർഷമാണെങ്കിൽ പഴുത് കൊയ്തപ്പോൾ മെഷീൻ കയറ്റിക്കൊണ്ട് പോയി അറിയാം. പിന്നെ 8-ാം പക്കം മെഷീൻ പിന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ മില്ലുകാർ വന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു അളവ് എന്നുള്ളത് 17 റീഡിംഗ് ആണ്. 17 റീഡിംഗ് ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള തുക കിട്ടും. പക്ഷേ ആ റീഡിംഗ് 18 ആകുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ നെല്ലിൻ്റെ വില കുറയും. അത് 18, 19 അങ്ങനെ കൂടിപ്പോകും തോറും നെല്ലിൻ്റെ വില ഇനിയും കുറയാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും ഈ ഭാഗത്തു നിന്നും ഈ കടപ്ര പഞ്ചായത്തിലെ ഈ ഭാഗത്ത് നെൽകർഷകരുടെ ആ ദുരിതം ഇല്ലാതാക്കുന്നതിന് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇടപെടണം എന്നാണ് ഈ കർഷകർക്ക് പറയാനുള്ളത്. 19 ദിവസമായി നെല്ല് കെട്ടിക്കിടക്കുന്നു. ഇനിയും ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ കനത്ത മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ നെല്ല് മുഴുവനും നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കും പോകും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.